ഒരു 2 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയായ ലോകത്തെമ്പാടുമുള്ള ആളുകളെ കരയിപ്പിക്കുകയും അതേപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ക്വേഡൻ ബെയിൽസിന്റെ. അത് ചേട്ടൻ അതിൽ കമന്റ് ചെയ്തതോടുകൂടിയാണ് മലയാളത്തിൽ ഒരു പക്ഷേ ആളുകൾ കുറെ കൂടി അത് ഏറ്റെടുത്തത്. ഈ ക്വാഡന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോ ചേട്ടൻ ആദ്യം തോന്നിയത് എന്താ? കണ്ണ് നിറയുകയാണോ, അല്ലെങ്കിൽ ഇവൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ടാണോ അത് പോയത്? അല്ല, എനിക്ക് ക്വേഡന്റെ ആ വീഡിയോ കണ്ടപ്പോ തോന്നിയത് ഇതുപോലെ തന്നെ. അന്ന് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ലായിരുന്നു. ഞാനും കരഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കൂട്ടുകാരുടെ ബുള്ളിങ് ഒന്നുമല്ല, അല്ലാതെയുള്ള ചില ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയത്തുണ്ടായ ചില സ്വാഭാവികമായ കളിയാക്കലുകളിലൊക്കെ പെട്ടിട്ട് അന്നത്തെ എന്റെ കുഞ്ഞു മനസ്സ് നൊന്നിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് വരും. പരാതി പറയുന്ന അമ്മയുടെ അടുത്തായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അന്ന് എന്റെ അമ്മയ്ക്ക് വീഡിയോ ഒന്നും എടുത്ത് ഇതിനകത്തിട്ട് ലോകം മുഴുവൻ അറിയിക്കാനുള്ള സംഭവങ്ങളൊന്നും സാധ്യത ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തെ എന്നെയാണ് ഞാൻ ക്വേഡനിൽ കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി, ഒന്ന് സമാധാനിപ്പിക്കണം നേരിട്ടെന്ന്. പക്ഷെ അതിനുള്ള വഴിയില്ല, കാരണം പുള്ളി ഓസ്ട്രേലിയക്കാരനല്ലേ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ഒരു പോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ എന്റേതായ രീതിയിൽ ഞാനും ഇതുപോലെ കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അതിട്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അത് ഒരുപാട് വൈറലാവുകയും ആ നോട്ട് ക്വേഡന്റെ അടുത്ത് വരെ വന്നു. അതിനുശേഷം ക്വേഡന്റെ അമ്മ എന്നെ വിളിക്കുന്നു. അമ്മയായിട്ട് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞപ്പോ അമ്മ എന്നോട് പറയുന്നു അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രൊഡക്ഷൻ കമ്പനി അതിന് റെഡി ആവുക വരെ ചെയ്താണ് ഇദ്ദേഹത്തെ കൂടെ വെച്ചോണ്ടൊരു സിനിമയ്ക്ക്. പക്ഷെ ആ സമയത്ത് കോവിഡ് വരികയും കോവിഡിന്റെ ആ ഒരു ഇതിനകത്ത് ഇത് അങ്ങനെ അങ്ങ് മുങ്ങി അങ്ങനെ പോയി. പിന്നീട് ഞാൻ അറിയുന്നു വേടൻ ഒരു ഹോളിവുഡ് സിനിമയിൽ അഭിനയിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവന്റെ എന്താ പറയുന്നത് തലയിൽ എഴുതിയിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഫ്രാൻസിന്റെ ഏതോ ഒരു ലോകകപ്പില്, എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ലോകകപ്പില് ഗോളുമായിട്ട് വരുന്ന ക്വേഡനാ. അത്രയും ആക്സെപ്റ്റൻസ് ലോകം മുഴുവൻ എല്ലാവരും സഹായിക്കാൻ റെഡിയാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയത് അന്നവൻ കരഞ്ഞിട്ടുണ്ടാവുള്ളൂ, പിന്നീട് അവന് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ക്വേഡന്റെ ഒരു സിനിമ നമുക്ക് മലയാളത്തിൽ പ്രതീക്ഷിക്കാമോ? അതിപ്പോ എനിക്ക് പറയാം, എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ തന്നെ അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവന്ന് നമ്മുടെ മനോഹരമായ കേരളം ഒന്ന് കാണിക്കാന്ന് പറയുന്നത് വലിയ കാര്യം. കാരണം 300-ഓളം ആളുകളാണ് നമ്മുടെ കഴിഞ്ഞ പടം അത്ഭുതദ്വീപിൽ അഭിനയിച്ചത്. ഇത്രയും ഉയരം കുറഞ്ഞത്, അത്രയും പേരെ കണ്ടാൽ തന്നെ കോടം ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഇത്രയും ആൾക്കാരുടെ നാടാണ് നമ്മുടെ കേരളം. അപ്പൊ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കോടന് മാത്രമല്ല, ഇതുപോലെ പരിമിതി ഉള്ള കുട്ടികൾ ആരും തന്നെ ഒരു കാരണവശാലും അങ്ങനെ വിഷമിക്കരുത്. കാരണം ഒരിടത്തൊരു സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിടത്തൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ചേർത്ത് പിടിക്കണം, എങ്കിലേ ഉള്ളൂ അവന്. ഇപ്പൊ ഈ പരിമിതിയുള്ള ഒരാളെ, ഒരു പയ്യന് ചിലപ്പം അവന്റെ വിഷമങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഫ്രണ്ട്സുമായിട്ടായിരിക്കും. ഞാൻ അതിന്റെ ആനുകൂല്യം ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാ. അവരുടെ ആക്സെപ്റ്റൻസ് നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉയരത്തിലെത്തിക്കും. അവരുടെ ഒരു പ്രോത്സാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും കൂട്ടുകാരെന്നെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു മൊമെന്റ് ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റുമോ? അതൊക്കെ പറഞ്ഞ അതായത് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാൻസി ഡ്രസ് മത്സരം അപ്പോ MG യൂണിവേഴ്സിറ്റി ഞങ്ങൾ പ്ലാൻ ചെയ്തത് തെരുവിന്റെ ബാലിക ചവിട്ടുകൊറ്റയില് ഒരു പട്ടി ആഹാരം കഴിക്കുന്നു. പട്ടിയെ വകഞ്ഞു മാറ്റി ഈ കുട്ടിയെടുത്ത് കഴിക്കുന്നു. പട്ടിണിയാണ് ഇതിവൃത്തം. ഞാനും കൂട്ടുകാരും കൂടെ കുറെ ദിവസം അന്വേഷിച്ചിട്ടൊന്നും ഇതിന് പറ്റിയ ഒരു ഡോഗിനെ, തെരുവ് നായെ കിട്ടിയിട്ടില്ല. വളർത്തുന്ന പട്ടി പറ്റില്ല, അതുപോലെ മെലിഞ്ഞ് ആ ഒരു ഇത്. പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യരുത്, അധികം വലിപ്പം പാടില്ല. ഒരുപാട് സ്ഥലത്ത് നടന്നില്ല. അങ്ങനെ ഞാന് ഡോഗ് വേണ്ട, വിട്ടേക്ക്, നമുക്ക് മത്സരിച്ചേക്കാന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ ഞാൻ ലേഡിയായിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് ഇവന്മാര് വരുക, ഗ്രൂപ്പ്, നമ്മുടെ കൂട്ടുകാര്, ഒരു ചാക്കൊക്കെ ആയിട്ട് കഴിച്ചപ്പോ കറക്റ്റ് എന്താ പറയുന്നത് 100-ൽ 100 എന്ന് പറയുന്ന പോലത്തെ ഒരു ഡോഗിനെ കൊണ്ട് വന്നു അതിന് ആഹാരം ഒന്നും കൊടുക്കാതെ അവനങ്ങനെ ഇട്ട് കർട്ടൻ പൊങ്ങി ഞങ്ങൾ തമ്മിൽ പിടിവലിയായി സ്റ്റേജില്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും നന്നായിട്ട് ഡോഗ് പെർഫോം ചെയ്തു. എനിക്ക് 1ാം സമ്മാനം കിട്ടി. ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഈ വിഷയം വിട്ടിട്ട് ഞാൻ പോയപ്പോഴും അവരന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ കറക്റ്റ് സമയത്ത് അവരിത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ